അപ്പോൾ 1 കിലോ ബീൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തോരനുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 സബോള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊട്ടി വരട്ടെ. ബീൻസ് അരിഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടില്ല, ഞാനത് കാണിച്ചില്ല എന്നുള്ളൂ. അപ്പോൾ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വഴഞ്ഞ് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉള്ള തോരനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗം വഴന്ന് വന്നോളൂ. അപ്പോൾ സബോള വഴന്ന് വന്നപ്പോൾ ഞാനൊരു 4 പച്ചമുളക്, വേറെ മുളകൊന്നും ഞാൻ ഇതിലിടുന്നില്ല, 4 പച്ചമുളക് നല്ല അത്യാവശ്യം എരിവുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഐറ്റംസൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. സബോളയൊക്കെ ഒരു സ്വല്പം കൂടുതലിട്ട് വല്ലാണ്ട് മുരിച്ചെടുക്കാണ്ട് ഒരു പകുതി വഴന്ന് വന്നാൽ മതി. ഇതിപ്പോൾ 1 കിലോ ബീൻസുണ്ട് ഞാൻ അരിഞ്ഞ് വെച്ചത്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ആവിയിൽ തന്നെ വേവിച്ചെടുക്കണത്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അടിയൊക്കെ കരിഞ്ഞ് പോകണ്ടെന്ന് നോക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല, ആവിയിലാണ് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ വൈറ്റമിൻസും എല്ലാതും നമുക്ക് പോവാതെ കിട്ടുള്ളൂ. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇടനേരത്ത് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉപ്പ് സ്വല്പം കുറവായിരുന്നു, ഞാനതിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി വേവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതായി വരട്ടെ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കൂടി ഞാൻ അങ്ങനെ വെച്ചു. അപ്പോൾ നമ്മുടെ ബീൻസൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി നാളികേരം, വളരെ ചെറിയ നാളികേരമായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി നാളികേരം ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇടുമ്പോഴാണ് ഇതിനൊരു നല്ല ടേസ്റ്റാവുന്നത്. ഒരു തൈര എന്തെങ്കിലും മതി നമുക്കിനി ഊണ് കഴിക്കാം, വേറൊരു കറി നമുക്ക് വേണമെന്നില്ല. അപ്പോൾ എനിക്കിന്നാണെങ്കിൽ കുമ്പളങ്ങയും മാങ്ങയും കൂടി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ, ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ കറികളൊക്കെ ഇങ്ങനെ റെഡിയായി. ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി 2 മീൻ വറുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ചോറ് കുശാലായിട്ടുണ്ട്.
അപ്പോൾ കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ നല്ല കറിയായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി വേറൊരു കറിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.